എല്ലാ കൂട്ടുകാർക്കും അപ്രീഷിയേറ്റിംഗ് പ്രോസിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് ബേക്കൺ എഴുതിയ ഓഫ് സ്റ്റഡീസ് എന്ന എസ്സേ ആണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. ഫ്രാൻസിസ് ബേക്കൺ 1561 ജനുവരി 22 അദ്ദേഹത്തിൻ്റെ ജനനം. ലോയർ, സ്റ്റേറ്റ്സ്മാൻ, ഫിലോസഫർ എന്നീ പ്രസിദ്ധനായിരുന്നു ഫ്രാൻസിസ് ബേക്കൺ. 1584 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമാവുകയും പിന്നീട് ക്വീൻ എലിസബത്തിൻ്റെ ഫേവറേറ്റായി മാറി ഏൾ ഓഫ് എസെക്സ് എന്ന പൊസിഷനിലെത്തുകയും ചെയ്തു അദ്ദേഹം. ജെയിംസ് ഒന്നാമൻ ബ്രിട്ടൻ ഭരിച്ചിരുന്ന കാലത്തായിരുന്നു ഫ്രാൻസിസ് ബേക്കൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. 1603 അദ്ദേഹം നൈറ്റ്ഹുഡ് പദവി ലഭിക്കുകയും ബാരൻ വേർലം, വിസ്കൗണ്ട് സെയിൻറ്റ് ആൽബൻസ്, സോളിസിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, ലോർഡ് കീപ്പർ, ലോർഡ് ചാൻസലർ എന്നീ പൊസിഷനുകളിലും എത്തിച്ചേർന്നു. 1621 അദ്ദേഹം അഴിമതിയും കൈക്കൂലിയും ആരോപിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കുകയും 1626 ബേക്കൺ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ബേക്കൺ 58 എസ്സേകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് എസ്സേ ആണ് ഓഫ് സ്റ്റഡീസ് എന്നറിയപ്പെടുന്നത്. ആദ്യം എഴുതിയ 10 എസ്സേസ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ 1597 പുറത്തിറങ്ങിയതാണ്. അതിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ എസ്സേ കൂടിയാണ് ഓഫ് സ്റ്റഡീസ്. ബേക്കൺ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്നത് ഓഫ് സ്റ്റഡീസ് എന്ന ഈ എസ്സേ ആണ്. ലാറ്റിൻ ഫ്രേസുകളാലും പുതിയ ആശയങ്ങളാലും ലോജിക്കൽ തീമുകൾ കൊണ്ടും വേൾഡ്ലി വിസ്ഡം കൊണ്ടും ഒരുപക്ഷെ ഡിഡാക്റ്റിക് സ്റ്റൈല് കൊണ്ടുമെല്ലാം വളരെ സമ്പുഷ്ടമാണ് ബേക്കണിയൻ എസ്സേസ്. ഓഫ് സ്റ്റഡീസ് എന്ന എസ്സേയിൽ ഫ്രാൻസിസ് ബേക്കൺ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ബേക്കൺ ബിഗിൻസ് ഹിസ് എസ്സേ ഓഫ് സ്റ്റഡീസ്. ദസ് studies serve for delight, for ornament and for ability. സ്റ്റഡീസ് പഠനത്തിന് 3 പ്രധാന ഉപയോഗങ്ങളുണ്ട് എന്നാണ് ബേക്കൺ പറഞ്ഞു തുടങ്ങുന്നത്. അവ ഏതെല്ലാമാണ്? അക്കോർഡിംഗ് ടു ബേക്കൺ, the main use of studies are they help us to getting delight, ornament and ability. When we are alone or resting, studies can make us happy. Studies can become an ornament when we talk and discuss things with others. When we do business, learning will help us a lot. പഠനം കൊണ്ടുള്ള 3 ഉപയോഗങ്ങൾ നമ്മൾ തനിച്ചായിരിക്കുമ്പോൾ, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യാത്രയിലായിരിക്കുമ്പോൾ പഠനം നമ്മളെ സന്തോഷിപ്പിക്കുന്നു. ഒരു കമ്പാനിയനായിട്ട് ഒരു പുസ്തകം നമുക്കൊരു സുഹൃത്തായി നിലകൊള്ളുന്നു. നമ്മൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ആലങ്കാരികമായ പ്രയോഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അത് പഠനത്തിൽ നിന്ന് ലഭിച്ചതാണ്. അതാണ് ഓർണമെൻ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് പ്രയോജനത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതാണ് എബിലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് പഠനം കൊണ്ട് കിട്ടുന്ന 3 ഉപയോഗങ്ങളെന്ന് ബേക്കൺ പറഞ്ഞു തൻ്റെ എസ്സേ ആരംഭിക്കുന്നു. ബട്ട് സ്പെൻഡിങ് ടു മച്ച് ടൈം ഇൻ സ്റ്റഡീസ്, ഇറ്റ് വിൽ മേക്ക് യു ലേസിനെസ്. യൂസിങ് സ്റ്റഡീസ് ഫോർ ഡെക്കറേറ്റിംഗ് വൺ സെൽഫ് ഈസ് പ്രിറ്റൻസ്. ഇറ്റ് ഈസ് ദ സ്കോളർ ഹൂ വിൽ യൂസ് ഓൺലി സ്റ്റഡീസ് ഫോർ മേക്കിംഗ് ജഡ്ജ്മെൻറ്റ്. പക്ഷേ എപ്പോഴും പഠനത്തിന് വേണ്ടി സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ എന്തിലേക്ക് നയിക്കും? മടിയിലേക്ക് നയിക്കും. അലങ്കാരത്തിന് വേണ്ടി എപ്പോഴും നിങ്ങൾ പഠിച്ചത് ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ പ്രിട്ടൻസ്, നിങ്ങളൊരു അഭിനയക്കാരനാണ്, നിങ്ങളൊരു കപടത നിറഞ്ഞ വ്യക്തിയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കും. എന്നാൽ ബുദ്ധിമാനായൊരു വ്യക്തി അവസരങ്ങൾക്കനുസരിച്ച് പഠിച്ചത് ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. നെക്സ്റ്റ് ബേക്കൺ പറയുന്നത് നാച്ചുറൽ എബിലിറ്റിയും നാച്ചുറൽ പ്ലാൻസും തമ്മിലുള്ള ഒരു കമ്പാരിസണെ കുറിച്ചാണ്. നമ്മുടെ നൈസർഗികമായ കഴിവുകളും പ്രകൃതിയിലെ ചെടിയും തമ്മിൽ താരതമ്യമുണ്ട്. അത് എപ്രകാരമാണ് എന്ന് ബേക്കൺ പറയുന്നു. ഇറ്റ് ഈസ് ദ കമ്പാരിസൺ ബിറ്റ്വീൻ നാച്ചുറൽ എബിലിറ്റി ആൻഡ് നാച്ചുറൽ പ്ലാൻസ് ഈസ് ദാറ്റ് ലൈക്ക് പ്ലാൻസ്, നാച്ചുറൽ എബിലിറ്റീസ് നീഡ് പ്രയോണിംഗ് ബൈ സ്റ്റഡീസ്. When we pruning plants, they produce better flowers and fruits.
Similarly, our natural ability become better as we pray on them. ചെടികൾ നല്ല രീതിയിൽ വളരാൻ വേണ്ടി, പൂക്കളിടാൻ വേണ്ടി, ഫലങ്ങൾ ഉണ്ടാവാൻ വേണ്ടി അവയെ വെട്ടിയൊരുക്കാറുണ്ട് നമ്മൾ. അതുപോലെയാണ് നമ്മുടെ നാച്ചുറൽ എബിലിറ്റിയും നൈസർഗികമായ കഴിവുകളും അവയും അനുയോജ്യമായി വെട്ടിയൊരുക്കപ്പെടേണ്ടതാണ് എന്നാണ്. സ്റ്റഡിയിലൂടെ, പഠനത്തിലൂടെ നമ്മൾ ട്രിം ചെയ്തെടുക്കണം നമ്മുടെ നാച്ചുറൽ എബിലിറ്റിയെ. നമ്മുടെ ജന്മസിദ്ധമായ കഴിവുകളെ വെട്ടിയൊരുക്കിയെടുത്താൽ മാത്രമേ അതിൽ നിന്ന് എന്ത് കിട്ടുകയുള്ളൂ? ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. അതിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ നമുക്ക്. അടുത്തതായി ബേക്കൺ ചില ബുക്കുകളെ കാറ്റഗറൈസ് ചെയ്യുകയാണ്. ഏതെല്ലാം തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്, ആ പുസ്തകങ്ങളെ എങ്ങനെയെല്ലാം വായിക്കേണ്ടതുണ്ട് എന്ന കാറ്റഗറൈസേഷനാണ്. Some books are to be tasted, others to be swallowed, and few to be chewed and digested. This means some books are to be read here and there. Some are to be read not with too much curiosity and eagerness. A few books are to be read completely with diligence and attention. ഇപ്പോൾ ചില പുസ്തകങ്ങൾ രുചിക്കാൻ മാത്രമേ ഉള്ളതാണ്, എന്നാൽ ചിലത് ചവയ്ക്കാനുള്ളതും ചിലത് വിഴുങ്ങാനുള്ളതുമാണ് എന്ന് ബേക്കൺ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ചിലത് ശരിയായിട്ടുള്ള രീതിയിൽ ചവച്ചരച്ച് ദഹിപ്പിക്കാനുള്ള പുസ്തകങ്ങളാണ്, നല്ല രീതിയിൽ വായിച്ച് അർത്ഥം മനസ്സിലാക്കണം. എന്നാൽ ചില പുസ്തകങ്ങൾ ഭാഗികമായി വായിച്ച് തള്ളേണ്ടവയാണ്. എന്നാൽ മറ്റുള്ളവ വിജ്ഞാനത്തോടുകൂടെ അറിയേണ്ടത്, അതായത് ജിജ്ഞാസയോടുകൂടി, നമ്മുടെ കൂടുതൽ ശ്രദ്ധയോടുകൂടി, ക്യൂരിയോസിറ്റിയോടുകൂടി വായിക്കേണ്ടവയാണ്. അക്കോർഡിംഗ് ടു ബേക്കൺ, ബുക്സ് ആർ ടു ബി കാറ്റഗറൈസ്ഡ് ഇൻ 3 തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട് എന്നാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത്. അടുത്തതായി ബേക്കൺ പറയുന്നത് ഓഫ് സ്റ്റഡീസിൽ ലിംഗ്വിസ്റ്റിക് സ്കിൽസിനെ കുറിച്ചാണ്. മനുഷ്യന് ഭാഷയിൽ ഏതെല്ലാം തരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം, ആ കഴിവുകൾ എങ്ങനെ മനുഷ്യന് സഹായകമാവുന്നു എന്നാണ്. ഡിഫറെൻറ്റ് ലിംഗ്വിസ്റ്റിക് സ്കിൽ, ഏതെല്ലാം തരത്തിലുള്ള ഭാഷാ കഴിവുകൾ ഉണ്ടാവണം. അക്കോർഡിംഗ് ടു ബേക്കൺ, റീഡിംഗ് മേക്സ് എ ഫുൾ മാൻ, കോൺഫറൻസ് എ റെഡി മാൻ, ആൻഡ് റൈറ്റിംഗ് എൻ എക്സാക്റ്റ് മാൻ. പഠനം മനുഷ്യനെ പൂർണ്ണമാക്കുന്നു, സംഭാഷണം അവനെ കാര്യക്ഷമതയുള്ളവനാക്കുന്നു, എഴുത്തവനെ കൃത്യതയുള്ളതാക്കുന്നു എന്നാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇഫ് എ മാൻ ഡസ് നോട്ട് റൈറ്റ് എനിത്തിങ് ഹി വിൽ നീഡ് എ ഗ്രേറ്റ് മെമ്മറി. അധികം എഴുതാത്ത വ്യക്തികൾക്ക് വലിയ ഓർമ്മശക്തി ഉണ്ടായിരിക്കണം. ഇഫ് ഹി ഡസ് നോട്ട് എക്സ്ചേഞ്ച് ഒപ്പീനിയൻ ഹി വിൽ നീഡ് ഗുഡ് നോളജ്. അഭിപ്രായങ്ങൾ ആരായാത്തവന് ധാരാളം അറിവ് ഉണ്ടായിരിക്കും. If he does not read, he will need a lot of cunning to pretend that he knows things which he actually does not know. അധികമൊന്നും വായിക്കാത്തവന് വളരെ കണ്ണിങ് ആയിരിക്കും, സൂത്രശാലിയായിരിക്കണം, എന്നാൽ അവന് നിലനിൽക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. According to Bacon, histories make people wise, poets witty, mathematics subtle, natural philosophy deep, moral serious, ലോജിക് ആൻഡ് റിട്ടോറിക് ഏബിൾ ടു ആർഗ്യൂ. ഓരോ വിഷയങ്ങളും എങ്ങനെ മനുഷ്യനെ സഹായിക്കുന്നു. ചരിത്രം മനുഷ്യനെ ബുദ്ധിയുള്ളവനാക്കും, കവികൾ മനുഷ്യനെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കാര്യപ്രാപ്തിയുള്ളവനാക്കും, കണക്ക് മനുഷ്യനെ സൂക്ഷ്മതയുള്ളവനാക്കും, ഫിലോസഫി, തത്വശാസ്ത്രം, തത്വചിന്ത മനുഷ്യനെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. മൊറാലിറ്റി ആയിട്ടുള്ള സ്റ്റോറികൾ, ഗുണപാഠ കഥകൾ മനുഷ്യനെ കൂടുതൽ സീരിയസ്, ഗൗരവമുള്ളവനാക്കി മാറ്റും. ലോജിക്കും യുക്തിചിന്ത എന്ന് പറയുന്നത് മനുഷ്യനെ കൂടുതൽ പ്രശ്നങ്ങൾ ചുരുളഴിക്കാൻ സഹായിക്കുന്നു. ഇവയെല്ലാമാണ് ലിംഗ്വിസ്റ്റിക് സ്കിൽസ്, ഭാഷയിലുള്ള കഴിവുകൾ. ഇവ മനുഷ്യനെ ഇത്തരത്തിലെല്ലാം സഹായിക്കുന്നു എന്ന് പറയുന്നു. അടുത്തതായിട്ട് അദ്ദേഹം ഒരു ലാറ്റിൻ ഫ്രേസ് ഉപയോഗിച്ചിട്ടുണ്ട് ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്നതിൽ. അബ്യൂൺ സ്റ്റഡി ഇൻ മോസ് എന്നാണ് ആ ലാറ്റിൻ ഫ്രേസ്. എന്താണ് അബ്യൂൺ സ്റ്റഡിയ ഇൻ മോസ് എന്ന് പറഞ്ഞാൽ?
ലിംഗ്വിസ്റ്റിക് സ്കിൽസ് എങ്ങനെ ഒരു വ്യക്തിയെ ഹെൽപ്ഫുൾ ആവുന്നു എന്ന് ചോദിച്ചെടുത്ത് തന്നെ അദ്ദേഹം ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞതാണ് അബ്യൂൺ സ്റ്റഡി ആൻഡ് മോഴ്സ് എന്ന് പറഞ്ഞത്. സ്റ്റഡീസ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ക്യാരക്ടർ ആൻഡ് ദേ ഇൻഫ്ലുവൻസ് മാനേഴ്സ് എന്നാണ്. പഠിത്തം നമ്മുടെ സ്വഭാവ രീതികളിലേക്ക് കയറി വരികയും നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തിൽ മാറ്റമുണ്ടാക്കാൻ പഠനം കൊണ്ട് സാധിക്കും. സ്റ്റഡീസ് മേക്ക് എ പെർഫെക്റ്റ് മാൻ, അല്ലെങ്കിൽ സ്റ്റഡീസ് മേക്ക് മോൾഡ് അവർ ക്യാരക്ടർ എന്നാണ്. പഠനത്തിന് നമ്മുടെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യാൻ സാധിക്കും, വാർത്തെടുക്കാൻ കഴിയും എന്ന് ബേക്കൺ പറയുന്നു. ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ എസ്സേയുടെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ബേക്കൺ പറയുന്നത് ഫിസിക്കലി എക്സസൈസ് നമുക്ക് വളരെ ആവശ്യമാണ്, ശരീരത്തിൻ്റെ വ്യായാമം. എങ്കിൽ അതുപോലെ തന്നെ മനസ്സിനും വ്യായാമം ആവശ്യമാണ്. ഫിസിക്കലായിട്ടുള്ള ഇൽനെസ്സിനെ പ്രതിരോധിക്കാൻ ഈ വ്യായാമം സഹായിക്കുന്നു. അതുപോലെ മെൻ്റലി ആയിട്ടുള്ള ഇൽനെസ്സിനെ പ്രതിരോധിക്കാൻ പഠനം സഹായിക്കുന്നു. അതേതെല്ലാം എന്നാണ് അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തുന്നത്. ബൗളിംഗ് ഈസ് ഗുഡ് ഫോർ കിഡ്നി, ഷൂട്ടിംഗ് ഈസ് ഗുഡ് ഫോർ ലങ്സ് ആൻഡ് ചെസ്റ്റ്, ജെന്റിൽ വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ സ്റ്റൊമക്ക്, റൈഡിംഗ് ഈസ് ഗുഡ് ഫോർ ഹെഡ്. If a man's intelligence is getting reduced, he must study mathematics, as a problem solving will bring his wit back. If one is not able to distinguish and differentiate between things, he must study the philosophers of the Middle Ages, because they were considered as the hair splitters. If one is not able to remember things to solve his problems, let him study the case of lawyers. Thus, there can be a remedy for all the problems of mind. ഫിസിക്കൽ എക്സസൈസുകളായ ബൗളിംഗ് കിഡ്നിയെ സഹായിക്കുന്നു, ഷൂട്ടിംഗ് ശ്വാസകോശത്തെയും നെഞ്ചിനെയും സഹായിക്കുന്നു, നടത്തം വയറ് കുറയ്ക്കാൻ സഹായിക്കും, കുതിര സവാരി ഒരാളുടെ തലയ്ക്ക് വളരെ നല്ലതാണ്. അതുപോലെ പഠനം മാനസികമായ വൈകല്യങ്ങൾ തീർക്കാൻ നമ്മളെ സഹായിക്കുമെന്നാണ്. മാത്തമാറ്റിക്സ് പഠിച്ചാൽ ബുദ്ധി കുറഞ്ഞു വരുന്നൊരു വ്യക്തിക്ക് ശ്രദ്ധ കൂടുതൽ കിട്ടാൻ വേണ്ടി, ബുദ്ധി കൂടുതൽ കിട്ടാൻ വേണ്ടി മാത്തമാറ്റിക്സ് പഠിക്കണമെന്നാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളെ ഇത് സഹായിക്കും. കാര്യങ്ങൾ തമ്മിൽ വ്യത്യാസം തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മിഡിൽ ഏജ്, മധ്യകാലഘട്ടത്തിലെ ഫിലോസഫേഴ്സിനെ പഠിക്കണം. കാരണം അവർ പ്രശ്നങ്ങളെ ഹെയർ സ്പ്ലിറ്റ് ചെയ്ത് തലനാരിഴ കീറി പരിശോധിച്ച് കാര്യങ്ങളെ കണ്ടെത്തിയ വ്യക്തികളാണ്. If one is not able to remember things to solve his current problems, he should study the case of the lawyers. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ലോയേഴ്സ് കേസ് പഠിക്കണം. വക്കീൽ ചെയ്യുന്നത് പോലെ അവരുടെ കേസുകൾ പഠിക്കാൻ, നിയമജ്ഞരുടെ കേസുകൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നാണ്. Thus Bacon said there can be remedy for any problem of mind. മനസ്സിൻ്റെ ഏതൊരു പ്രശ്നത്തിനും പ്രതിവിധികളുണ്ട് എന്ന് ബേക്കൺ ഓഫ് സ്റ്റഡീസിലൂടെ പറയുന്നു. There is a similarity between disease of the body and the mind. Is that how their remedies? ശരീരത്തിന് ഉള്ള രോഗങ്ങളെ പോലെ മനസ്സിനും രോഗങ്ങളുണ്ടാവും. ആ രോഗങ്ങൾക്കും പ്രതിവിധികളുണ്ട്. അതിനൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്താൽ ഈ ഇൽനെസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചെയ്യാൻ കഴിയും, നമുക്ക് ക്യൂർ ചെയ്യാൻ കഴിയും എന്നാണ് ബേക്കൺ പറയുന്നത്. അതിനാണ് പഠനം. സ്റ്റഡീസ് ഓർ ലേണിംഗ് ഡിഫറെൻറ്റ് തിങ്സ് ക്യാൻ പ്രിവെൻറ്റ് ഓർ ക്യൂർ ദ ഡിസീസ് ഓഫ് ദ മൈൻഡ്. മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങൾ തടയാനോ അതിനെ ഭേദമാക്കാനോ പഠനം കൊണ്ടും സാധിക്കും എന്നാണ് ബേക്കൺ തൻ്റെ ഓഫ് സ്റ്റഡീസ് എന്നുള്ള എസ്സേയുടെ അവസാനത്തിൽ പറയുന്നത്. ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ എസ്സേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഷോർട്ട്, ലാക്ക് കോറൻസ് ആസ് ഈസ് ട്രൈ ടു പുട്ട് ടു മെനി ഐഡിയാസ് ഇൻ ടു ഫ്യൂ വേർഡ്സ് എന്നാണ്. വളരെ ചെറിയ ഒരു എസ്സേയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഒരുപാട് ആശയങ്ങൾ കുറഞ്ഞ വാക്കുകളിൽ അവതരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്. ഈ എസ്സേ അദ്ദേഹം ഒരിക്കലും പാരഗ്രാഫുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. ദിസ് എസ്സേ ഈസ് നോട്ട് ഡിവൈഡഡ് ഇൻ ടു പാരഗ്രാഫ്സ്. അങ്ങനെ അതുകൊണ്ട് ഒരു പക്ഷേ എന്തായിരിക്കും, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ദ റീഡർ ടു ഗ്രാസ്പ് ഫ്രം ഇൻ എ സഡൻ വ്യൂ. ഒറ്റ നോട്ടത്തിൽ, ഇൻ എ സിംഗിൾ വ്യൂവിൽ, ഒറ്റ നോട്ടത്തിൽ
ഇത് തിരിച്ചറിയുക, ഈ ആശയങ്ങൾ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത്തിരി പ്രോബ്ലം തന്നെയാണ്, പ്രശ്നം തന്നെയാണ്. He used similes, metaphors, figures of speech in here. He uses Latin expressions which confusing the ordinary readers. This essay is a scholarly writing, not for humorous. അത്ര ഹാസ്യപരമായിട്ടുള്ള ഒരു എസ്സേ അല്ല ഇത്. അദ്ദേഹത്തിൻ്റെ ചില എസ്സേകളൊക്കെ ഹ്യൂമറസ് ആയിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഓഫ് സ്റ്റഡീസ് എന്നുള്ള എസ്സേ ഒരു സ്കോളർലി റൈറ്റിംഗ് ആണ്, പാണ്ഡിത്യത്തോടു കൂടി അദ്ദേഹം എഴുതിയതാണ്. പഴഞ്ചൊല്ലുകളെ പോലെയാണ് ഇതിലെ വാക്യങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് ഈ എസ്സേ സ്റ്റൈലിനെ അഫോറിസ്റ്റിക് സ്റ്റൈൽ എന്നാണ് വിളിക്കുക. അഫോറിസ്റ്റിക് സ്റ്റൈൽ ഇൻ ബെക്കേണിയൻ റൈറ്റിംഗ് ലീവ്സ് ദ റീഡേഴ്സ് ടു ഹിസ് ഓൺ ഇൻ്റർപ്രിട്ടേഷൻ. ഈ അഫോറിസ്റ്റിക് സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, വായനക്കാർക്ക് അവരുടേതായ രീതിയിൽ എത്ര വേണമെങ്കിലും ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. റീഡേഴ്സിന് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നൽകുന്ന ഒരു എസ്സേ ആണ് ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഓക്കെ ഡിയേഴ്സ്, വീണ്ടും മറ്റൊരു വീഡിയോ ലെസണുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.